ചേട്ടനോട് പറഞ്ഞു കഴിഞ്ഞാൽ വെടിക്കെട്ട് നടത്തുമെന്ന് ചോദിച്ചെന്നോട്. പിന്നെന്താ നടത്താലോ? കൂടെ ചെണ്ടമേളം വേണമെന്ന് പറഞ്ഞു. പഞ്ചവാദ്യം വേണം. പഞ്ചവാദ്യം വേണം. ആയിക്കോട്ടെ, രണ്ടും കൂടെ നടത്താം. പിന്നെന്താ? ഞാൻ ആ കലാകാരന്മാരെ സ്റ്റേജിലേക്ക് വിളിക്കട്ടെ. എന്റെ സഹോദരന്മാരെ വിളിക്കട്ടെ. ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അജിത് കോഴിക്കോട്. ഒരു കൈയടി കൊടുത്തോണ്ട് നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. മനോജ് കോട്ടയം ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അജയ് കോട്ടയം, ലൂയിസ് പാല ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മണിച്ചേട്ടൻ, ഇവർക്കൊക്കെ ഒരു നേതാവ് കൂടിയുണ്ട്. അതാരാ? ഇവരുടെ നേതാവിനെ കണ്ടു കഴിഞ്ഞാൽ മണിച്ചേട്ടനെക്കാട്ടിലും സുന്ദരൻ. അപ്പൊ ഞാനെന്താ? അല്ല, മണിച്ചേട്ടൻ നേരത്തെ കാത്താണ്. ഇപ്പൊ കുറച്ച് വെളുത്തില്ലേ? ഞാൻ കുറച്ച് വെളുത്തുണ്ടല്ലേ? കുറച്ചുകൂടി കഴിഞ്ഞ കുടുംബം വെളുക്കും. ശരിയല്ല, എന്റെ ഭാര്യ എന്നെ പറയുന്നുണ്ട് ഞാൻ വെളുത്തു എന്നുള്ളത്. പക്ഷെ ഞാൻ ഈ ഇങ്ങനത്തെ ഡ്രസ്സ് ഇട്ട് വരുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ള വെളുത്ത സ്ഥലം നിങ്ങൾ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനത്തെ ഡ്രസ്സ് ഇട്ട് വരുന്നത്. എന്തായാലും എന്റെ കൂട്ടുകാരന്മാരെല്ലാവരും വന്നിട്ടുണ്ട്. തീർച്ചയായും അദ്ദേഹം ഇവിടെ ഈ വെടിക്കെട്ട് തുടങ്ങുമ്പോഴും അദ്ദേഹം ഇവിടെ എത്തും. അദ്ദേഹം അജീഷ് കോട്ടയം, ഒരു കൈയടി കൊടുക്കാം. എന്തായാലും നമുക്ക് ഇവിടെ പൂരപ്പറമ്പിൽ തന്നെ ആരംഭിക്കാം. ക്ഷേത്രോത്സവങ്ങളുടെ പരിസമാപ്തി കുറിക്കുന്ന ഒന്നാണ് തൃശ്ശൂർ പൂരം. ആ തൃശ്ശൂർ പൂരപ്പറമ്പിൽ നിന്ന് ഞങ്ങൾ ആരംഭിക്കുകയാണ്. ഞങ്ങൾ ഒരുക്കുന്നു തൃശ്ശൂർ പൂരം. ആയിക്കോട്ടെ, അപ്പൊ പൊട്ടിക്കാം. എല്ലാവരും ശ്രദ്ധിച്ചിരുന്നോണം, കൈയടിക്കണം, പ്രോത്സാഹിപ്പിക്കണം. ഓക്കെ, അല്ല പരിപാടിയും ചായ ചെന്ന കമ്മിറ്റിക്കാർക്ക് ഡെഡിക്കേറ്റ് ചെയ്തതാണ്. അപ്പൊ കൂട്ടപ്പരിശാകായിരിക്കും. നല്ല കൈയടി കൂടെ എല്ലാവരും ചേർന്ന്. കണ്ടോ, കുറച്ചുപേര് കൈയടിക്കുകയും ചിരിക്കുകയും ചെയ്യുന്നില്ല. അപ്പൊ ഈ കൈയടിക്കാതെ ചിരിക്കാതിരിക്കുന്ന എല്ലാവരുടെയും ട്രൗസർ ഇടാൻ വേണ്ടിയിട്ടാണ് അടുത്ത സാധനം പൊട്ടാൻ പോകുന്നത്. ഓക്കെ.
എവിടെ